ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരാഴ്ചത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു, പോക്കിയായി വരുന്നു. അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ലാഗായി വന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയണം എന്നുണ്ട്, ബട്ട് ഞാൻ ജസ്റ്റ് പോയിന്റ് വൈസ് ഒന്ന് മെൻഷൻ ചെയ്തു വിടാം. ഓക്കെ, നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ലേണിംഗ്. എത്രയൊക്കെ വളർന്നു എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലേണിംഗ് എന്നുള്ളൊരു സ്കില്ല് നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയാതിരിക്കുക. പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അതിപ്പോൾ എത്ര ഏജ് ഉള്ളവരാണെങ്കിലും, കുട്ടികളെ തൊട്ട് എത്ര ഏജ് ഉള്ളവരാണെങ്കിലും പഠിത്തം എന്നുള്ള ഒരു കാര്യം മിസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇൻസ്റ്റയിൽ ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ തൊഴിൽ തെങ്ങുകയറ്റമാണ്. തെങ്ങേറ്റം കഴിഞ്ഞിട്ട് പുള്ളി വന്നിരുന്നിട്ട് വായിക്കായിക്കോട്ടെ, പുള്ളിയുടെ പഠിത്തം ആയിക്കോട്ടെ, ആ പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് ആക്ച്വലി ഭയങ്കര ഇൻസ്പിറേഷനാണ്. ആൾ വന്നിട്ട് ആളുടെ സമയം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. തൊഴിലെന്തോ ആയിക്കോട്ടെ, പക്ഷേ അത് എങ്ങനെ ഒരു ദിവസത്തെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ കാണുന്നത്. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് ഈ ലേണിംഗ് എന്ന് പറയുന്ന സ്കില്ല് നമ്മളെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് ഒരിക്കലും മുടക്കം വരാതെ പഠിക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഡെയിലി പുസ്തകം വായിച്ച് എഴുതി പഠിക്കണം അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നു, അതിപ്പോൾ എക്സ്പീരിയൻസ് ത്രൂ ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും നമ്മൾ പഠിക്കാൻ എപ്പോഴും ഒരു മനസ്സുണ്ടാവണം നമുക്ക്. എന്നാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും കൂടുതൽ അറിവുകൾ നേടാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പുതിയ സ്കിൽസ് എന്ന് പറയുമ്പോൾ അതിപ്പം കുക്കിംഗ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻസിനെ കുറിച്ചായിക്കോട്ടെ, ഇങ്ങനെയുള്ള പല പുതിയ സ്കിൽസ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഈവൻ എക്സൽ അറിയാവുന്നവരാണെങ്കിൽ പോലും എക്സലിലും കുറേ അധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡെയിലി കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് വെച്ച് പഠിച്ച് അത് നമ്മുടെ ഒരു സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക. ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ നിൽക്കുക. അപ്പോൾ പുതിയൊരു സ്കില്ല് ഇത് നമുക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത്, മറ്റൊരാളെ കാണിക്കാനോ അങ്ങനെ ഒന്നുമല്ല. നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, ഈ ഒരു ടോപ്പിക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ടേക്ക് യുവർ ഹെൽത്ത് ആസ് എ പ്രയോറിറ്റി. നമ്മളെല്ലാവരും പല കാര്യങ്ങൾക്ക് പുറകെ ഓടുകയാണ്. നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ടൊന്ന് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? എന്നാൽ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ റെസ്റ്റ് എടുത്തു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ലോ ആയി പോയി എന്നൊരു അർത്ഥമില്ല. റെസ്റ്റ് ആവശ്യമാണ്, എന്ത് വർക്കും ആയിക്കോട്ടെ അതിന് റെസ്റ്റ് ആവശ്യമാണ്. സോ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് സെറ്റായിട്ട് പിന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഹെൽത്തിൻ്റെ അകത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് നമുക്കിപ്പം വർക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്നും മാറി നിൽക്കണം. അപ്പോൾ ഒരു വീക്കെൻഡ് കിട്ടാണ്, സാറ്റർഡേ സൺഡേയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫാമിലി ആയിട്ടൊന്ന് ഔട്ടിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു സോളോ ട്രിപ്പ് എങ്കിൽ സോളോ ട്രിപ്പ് പോവുക. നിങ്ങളെ എന്താണോ ഹാപ്പി ആക്കുന്ന ആ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക. അതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഒരു മന്തിൽ നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. അതേപോലെ അങ്ങനെ ആകുമ്പോഴായിരിക്കും നമുക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ട്, അതുപോലെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണോ കഴിക്കുന്നത്, അതേപോലെ പറഞ്ഞ പോലെ ഹെൽത്ത് ചെക്കപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. മിക്കവർക്കും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അപ്പം മുടി ഒഴിച്ചിൽ അങ്ങനെ കുറേ എനിക്കുണ്ടായിരുന്നു. കാര്യം വെയിൽ കൊള്ളുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മുടെ ഹെൽത്തിനെ പ്രയോറിറ്റി ആക്കി തന്നെ വയ്ക്കുക. അതേപോലെ തന്നെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ, അല്ലെ പോസിറ്റിവിറ്റി. നമുക്കിപ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരേക്കും എന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എപ്പോഴും എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പം നെഗറ്റീവായിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത്, അല്ലെ നമ്മളിപ്പോൾ ലോ ആയിട്ടുണ്ടാവുന്ന ഒരു സമയത്ത് നമ്മളൊരു റീല് കാണുകയാണ്, നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു റീല് കാണുകയാണ്, നമ്മളത് കണ്ട് വിഷമിക്കുകയാണ്. സോ പിന്നെ അത് ഡൗൺ ആക്കല്ലേ ചെയ്യുക. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുക. ദെൻ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നമുക്കിപ്പം ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പം ഓഫീസിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഓഫീസിൽ ഒരു ദിവസം മാനേജർ നിങ്ങളെ നല്ല രീതിക്ക് വഴക്ക് പറഞ്ഞ് നിങ്ങൾ ആകെ മൂഡ് ഔട്ടായിട്ട് ഒന്നും ചെയ്യാൻ തോന്നാതെ നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കൊളീഗ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്, അല്ലേലും സാർ അങ്ങനെ ചെയ്യാൻ പാടുമോ, ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്, നീ അത് ചെയ്തതല്ലേ, ഈ ഒരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ആളുടെ അടുത്തെന്ന് പറയാം, പ്ലീസ്
എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് കുറച്ച് സ്പേസ് ആവശ്യമുണ്ട്. പിന്നെയും നെഗറ്റിവിറ്റി വരുമ്പോഴത്തേനും നമുക്കത് പ്രശ്നമാവും. സോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി, അല്ലെ പോസിറ്റീവ് പീപ്പിൾ. ഓക്കെ, ദെൻ പേഴ്സണൽ ഗോൾ സെറ്റിംഗ്. അതായത് നമുക്കിപ്പം എന്താ പറയുക, ഒരു 10 ദിവസത്തേക്ക് ഷുഗർ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഗോളിൽ നിന്ന് നമുക്ക് വലിയ വലിയ ഗോളിലേക്ക് പിടിക്കാം. അപ്പം ഇപ്പോൾ ഒരു 5 ദിവസം എടുത്തോ, 5 ദിവസത്തേക്ക് ഞാൻ ഷുഗർ കട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇനി ഡെയിലി ഈ ഒരു വീക്കിൽ ഞാൻ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യും, അല്ലെ ഈ ഒരു വീക്കിൽ ഞാൻ നല്ല രീതിക്ക് വെള്ളം കുടിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗോളുകൾ നമുക്ക് സ്വയം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇത്തരത്തിലുള്ള രീതികളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് തന്നെ മാറ്റം നമ്മളിൽ പതിയെ പതിയെ കാണാൻ പറ്റും. ഓക്കെ, പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിനൊപ്പം ഒരു അഡീഷണൽ ലാംഗ്വേജ്, അത് എന്തും ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തെലുങ്ക്, തമിഴ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തും ആയിക്കോട്ടെ, അതൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ബെറ്റർ ആയിരിക്കും അത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുക. മറ്റൊരാളെ ബോധിപ്പിക്കാനോ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒരിക്കലും അല്ല ഞാനിത് പറയുന്നത്. സ്വയം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്നെ അഡ്വാൻസ്ഡ് ആക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ സ്റ്റെപ്സൊക്കെ ഒന്ന് ട്രൈ നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.